ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്ലീഹാകാലം 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്ലീഹാകാലത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ആ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറഞ്ഞുവിടുന്ന ആ രംഗമാണതെല്ലാം. മത്തായിയുടെ സുവിശേഷം 28:20 കൃത്യമായിട്ട് കർത്താവ് അത് തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലോകമെമ്പാടും പോയിട്ട് എല്ലാവരെയും പഠിപ്പിക്കണം, അത് അനുസരിച്ച് ജീവിക്കാനായിട്ട്. ഞാൻ നിങ്ങളോടുകൂടി ലോകാവസാനം വരെ ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനമനുസരിച്ച് അവിടുന്ന് നമ്മോടുകൂടി ആയിരിക്കുക മാത്രമല്ല, നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ, ജീവിതത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. അതിലൂടെ നമ്മൾ കർത്താവിൻ്റെ ആ ഭൗതിക ശരീരത്തിൻ്റെ പൂർണ്ണമായ അവയവങ്ങളായി അവിടുത്തെ സുവിശേഷം എല്ലാവരോടും പറയണം. ആ സുവിശേഷത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസയുടെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ആ ദൗത്യ നിർവഹണമാണത്. അതിനുവേണ്ടി നമ്മൾ സ്വയം ഒരുങ്ങുന്നു, മറ്റുള്ളവരെ ഒരുക്കുന്നു. ഈ ലോകത്തിലുള്ള സകലരും കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ, ആത്മത്യാഗത്തിൻ്റെ, ക്ഷമയുടെയൊക്കെ പാഠം അഭ്യസിച്ച് കഴിയുമ്പോൾ ഈ ലോകം തന്നെ വീണ്ടും ഒരു സ്വർഗം, പറുദീസയായിട്ട് രൂപാന്തരപ്പെടും. അതിനാണ് ക്രൈസ്തവരായ നമ്മളെ അവിടുന്ന് തൻ്റെ അനുയായികളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകം 23:20 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് സീനായ് മലയിൽ വെച്ച് ദൈവം ആ പ്രമാണങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നീട് മോശയോട് ഇസ്രായേൽ ജനത ഓരോ ഘട്ടത്തിലും ഓരോ കാര്യത്തിലും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള, പിൻചെല്ലേണ്ടതായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊടുത്ത് അതിനുശേഷം പറയുന്ന കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. സീനായിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കാനാൻ ദേശത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ അവിടുന്ന് പുറപ്പെടുകയാണ് അവർ. അപ്പോൾ ദൈവം പറയുകയാണ്, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ നീ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിൻ്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ ആമോര്യർ, ഹിത്യർ, ഫെരീസിയർ, ഖാനാന്യർ, ഹിവ്യർ, ജബൂസർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ചുരുക്കത്തിൽ ദൈവം അവരെ തൻ്റെ പ്രമാണങ്ങളും തൻ്റെ നിയമങ്ങളും എല്ലാം കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അതാരോടാണ് പറയുന്നത്? മോശയോടാണ് പറയുന്നത്. മോശ ഇതെല്ലാം ചെന്ന് ജനത്തോട് പറയണം. അങ്ങനെ പറയുകയും അതെല്ലാം അവർ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായിട്ട് മോശയെ ദൈവം സിനായ് മലയിലേക്ക് വിളിക്കുമ്പോൾ പറയുന്നത്, ഈ മോശ മാത്രമേ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാവൂ, ബാക്കി എല്ലാവരും അവിടെ കാത്തു നിൽക്കണം. അവർ ദൂരെ നിന്ന് കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോശ മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവമായിട്ട് സംസാരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം, അഹ്റോനെയൊക്കെ പിന്നീടാണ് തിരഞ്ഞെടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലൊക്കെ വരുമ്പോഴത്തേനും അത് കാണാവുന്നതാണ്. അതിനു മുമ്പ് ദൈവം നിരന്തരമായിട്ട് സംസാരിക്കുന്നത് ഈ മോശയോടാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? കാരണം മറ്റൊന്നുമല്ല, ദൈവം തിരഞ്ഞെടുത്തത് ഒരു പുരോഹിത ജനതയാണ്. ഈ പുരോഹിത ജനത, ആ ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ഈ ലോകത്തെ മുഴുവൻ ആ ദൈവപ്രമാണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വിളിക്കപ്പെട്ട ജനതയാണ്. ദൈവം കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യേണ്ടത്.
അതുകൊണ്ടാണ് ഈ മോശയിലൂടെ ദൈവമെല്ലാം ജനത്തിന് കൊടുക്കുന്നത്. മോശ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം അഹ്റോനെ പോലെ പ്രത്യേകമായി പുരോഹിത വൃത്തിക്ക് വിളിക്കപ്പെട്ടവനല്ല, പക്ഷേ ആ പുരോഹിത ജനത്തിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും മോശയുമായിട്ട് സംസാരിക്കുന്നു. പിന്നീട് അഹ്റോനെ തിരഞ്ഞെടുക്കുന്ന സമയത്തും ദൈവം സംസാരിക്കുന്ന എപ്പോഴും മോശയുമായിട്ടും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ജോഷുവയുമൊക്കെ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓർക്കണം, ഈ പുരോഹിതൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് അഹ്റോനെ പോലെ വിളിക്കപ്പെട്ട പുരോഹിതൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഈ ജനത്തിന് വേണ്ടി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ജനത്തെ അവൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം പിന്നീട് പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം അവരനുസരിക്കണം. ഈ ദൈവം പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളെല്ലാം അനുസരിച്ച് വേണം അവർ മുന്നോട്ട് പോകാനായിട്ട്. പറയുന്നതാണ്, എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പൊക്കൊള്ളും, അവൻ എൻ്റെ നാമം വഹിക്കുന്നുണ്ട്. നാമം എന്ന് പറഞ്ഞാൽ വ്യക്തി തന്നെയാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ, ദൈവം തന്നെ ഇവരുടെ മുൻപേ പോകും, എന്നിട്ട് ഈ പറഞ്ഞ കാര്യമെല്ലാം ചെയ്തു കൊടുത്തുകൊള്ളും. പക്ഷേ നീ എന്ത് ചെയ്യണം? ആ ചെല്ലുന്ന സ്ഥലത്ത് അന്യ ദേവിമാരെ ആരാധിക്കുന്ന ജനതയുണ്ടാകും. പക്ഷേ ആ ദേവന്മാരെ നീ ആരാധിക്കാൻ പോകരുത്. പകരം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് വിശ്വസിക്കുകയും എന്നെ മാത്രം ആരാധിക്കുകയും ചെയ്യണം. അതുപോലെ പറയുന്നു, അവരുടെ ആചാരങ്ങൾ നമ്മൾ അനുകരിക്കരുത്. എന്തുകൊണ്ടായിരിക്കും ആചാരങ്ങൾ അനുകരിക്കരുതെന്നൊക്കെ പറയുന്നത്? നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഇന്നത്തെ അത്രയൊന്നും ചിന്തിക്കാനുള്ള കഴിവ് ആളുകൾക്കില്ല. അപ്പോൾ അവരുടെ ഈ അടയാളങ്ങൾ പലതും മതത്തിൻ്റെ അടയാളങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണ്, ദേവന്മാരുടെ അടയാളങ്ങളാണ്. നമ്മളിന്ന് പലപ്പോഴും കാണാറുണ്ട്, ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളുടേതായ രീതി തന്നെ മാറ്റും. ഉദാഹരണം, നമ്മുടെ അമ്മച്ചിമാരുടെയൊക്കെ കഴുത്തിൽ കിടക്കുന്ന താലി, അത് ഇവിടുത്തെ ഒരു സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ നമ്മളതിനെ എടുത്ത് രൂപാന്തരപ്പെടുത്തിയ ശേഷമാണ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെ, താലി കെട്ടുന്ന രീതി അതും അതുപോലെ തന്നെയാണ്. അല്ലെ, പൊതുവേ നമ്മുടെ പള്ളിയിൽ കയറി കുമ്പിടുന്ന രീതി, ചെരുപ്പിടാതെ പള്ളിക്കുള്ളിൽ കയറുന്ന രീതി, ഇതെല്ലാം നമ്മൾ സാംസ്കാരികമായിട്ട് സ്വീകരിച്ചതാണ്. പക്ഷേ അതിനെല്ലാം നമ്മളൊരു ക്രൈസ്തവമായിട്ടുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്, ചെറിയ തോതിലൊക്കെ രൂപാന്തരീകരണം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതേപടി നമ്മൾ സ്വീകരിച്ച് നടപ്പാക്കുന്നത് ശരിയല്ല. മാത്രമല്ല, അത് അവരോട് ചെയ്യുന്ന തെറ്റുമാണ്. അത് ആരുടെയാണോ അവരോട് ചെയ്യുന്ന തെറ്റും. അത് നമ്മൾ കുറേയൊക്കെ ഒരു അവധാനപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഈ ആചാരങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്, അവധാനപൂർവ്വം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് പ്രയാസകരമാകരുത്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടവരികയും ചെയ്യരുത്. എന്നിട്ട് പറയുന്നു, നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്, അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്, അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നമുക്കറിയാം, നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു രാജാവ് ഒരു രാജ്യത്ത് ഭരിക്കുമ്പോൾ ആ രാജാവിൻ്റെ മതവും വിശ്വാസമൊക്കെ നടപ്പാക്കാനായിട്ട് അയാൾ ശ്രമിക്കും. അങ്ങനെ നമുക്കറിയാം, രാജഭരണം നിലനിന്നിരുന്ന എല്ലായിടത്തും തന്നെ ഈ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെയൊക്കെ കാണാൻ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തകർക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വന്തമായി നൽകിയിരിക്കുന്ന രാജ്യമൊന്നുമല്ല ഇത്, എല്ലാവരും ജീവിക്കേണ്ട രാജ്യമാണ്. ആ പണ്ടത്തെ ഒരു രാജകീയ സങ്കല്പത്തിൽ നിന്നാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ രാജാവിൻ്റെ മതം, ആ മതം എല്ലാവരും സ്വീകരിക്കണമെന്നത് അന്നത്തെ ഒരു എഴുതപ്പെടാത്ത നിയമം തന്നെയായിരുന്നത്. അതുപോലെ തന്നെ രാജാവ് ആരാധിക്കുന്നവരെല്ലാം അവരും ആരാധിക്കണം. മക്കബാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഇതെല്ലാം. പല രാജാക്കന്മാർ അവരവരുടെ ആരാധനാ രീതികൾ യഹൂദന്മാരുടെ മേലടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരതിനെ ചെറുക്കുന്നതൊക്കെ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ആരാധന സ്തംഭങ്ങൾ തകർക്കണമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ നിങ്ങളതിനെ കാണാവൂ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. അതായത് ദൈവമായ കർത്താവിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഭക്ഷ്യപാനീയങ്ങൾ ഞാൻ ആശീർവദിക്കുകയുള്ളൂ. ആശീർവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്കത് ലഭ്യമാവുകയുള്ളൂ. നിങ്ങളുടെ ഇടയിൽ നിന്ന് അപ്പോൾ മാത്രമേ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയുള്ളൂ. അതുപോലെ ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ചുരുക്കത്തിൽ ഈ ദൈവമായ കർത്താവ്, നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് എന്ന നാമത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിലെല്ലാം കർത്താവ്, ദൈവമായ കർത്താവ്, അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശോയെ അത് തന്നെ വിളിക്കുന്നത്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട അതേ കർത്താവായ ദൈവം തന്നെയാണ് നമ്മുടെ ഈശോ എന്ന് പറയുന്നത്.
ആ ത്രിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ ആളായ ഈശോ. അപ്പോൾ എല്ലാവരും ചോദിക്കുക, അങ്ങനെ 3 വ്യക്തികളുണ്ടോ എന്ന് ചോദിച്ചാൽ 3 സെപ്പറേറ്റ് വ്യത്യസ്ത വ്യക്തികൾ എന്ന അർത്ഥത്തിലല്ലത്, വേറെ വേറെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗം പുത്രൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ പിന്നെ പകുതി ദൈവമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുക. അതിലൊന്നും അർത്ഥമില്ല. കാരണം എന്താണ്? കാരണം ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഒരു മനുഷ്യനായി തന്നെ പ്രത്യക്ഷപ്പെട്ട് പറയാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. മനുഷ്യൻ്റെ ഭാഷ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വശക്തനാണ്. ആ ദൈവത്തിന് ഈ രീതിയിലും പ്രത്യക്ഷപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവമായിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ ഈ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ മാത്രമാണ് ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കപ്പെടുക. പിന്നീട് നമുക്കറിയാം, ഇതെല്ലാം മൃഗത്തെ കൊന്നിട്ട് ആ രക്തം തളിച്ച് ജനങ്ങളുടെ മേലും അതുപോലെ ഈ ഉടമ്പടി പുസ്തകത്തിൻ്റെ മേലും ഒക്കെ രക്തം തളിച്ച് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നത് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ആ രക്തം ദൈവം കൊടുക്കുന്ന ജീവൻ്റെ പ്രതീകമായിട്ടാണ്. ആ പ്രതീകം കൊണ്ടാണ് അതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത്. കൊണ്ട് നമുക്കറിയാം, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നതാണ്. കാസായെടുത്ത് വാഴ്ത്തുമ്പോൾ പുതിയ ഉടമ്പടിയുടെ രക്തമാണത്. ഇവിടെ പുതിയ ഉടമ്പടി കർത്താവിൻ്റെ രക്തമാണ്. അത് നമ്മൾ കേവലം തളിക്കുകയല്ല, നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ ആ ഉടമ്പടി ഓരോ ദിവസവും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വായന റോമാലേഖനത്തിൽ നിന്നാണ്. റോമാലേഖനത്തിൽ പറയുകയാണ്, സഹോദരരെ നിങ്ങൾ 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, സഹോദരരെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി ഈശോ മിശിഹായുടെ ശുശ്രൂഷനാക്കിയിരിക്കുകയാണല്ലോ. വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഗത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് ഈശോ മിശിഹായിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കുന്നതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി മിശിഹ പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. പൗലോസിനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പുറജാതിക്കാരുടെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണ് എന്ന കാര്യം എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളെ ഇപ്രകാരമൊക്കെ ആക്കിയെടുത്ത് ഞാനാണ്. എന്നെ ദൈവം അതിനുവേണ്ടി പരമേൽപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ ഇപ്രകാരം ഈ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാക്കി ആക്കി തീർത്തതിൽ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണ്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജോലി സ്ഥലത്തായാലും എല്ലാം ഇതുപോലെ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമായി നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ മാറ്റുക എന്നുള്ളതാണ്. എല്ലാ അറിവും തികഞ്ഞവരും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈശോയെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ചായി പറയുന്നത്. നമുക്ക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് എല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പറഞ്ഞു വരുന്ന പൗലോസ് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പൗലോസിന് കിട്ടിയ അതേ ദൗത്യം തന്നെയാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. ലൂക്കാസ് സുവിശേഷകൻ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. 3 കാര്യങ്ങളാണ്. 1, രോഗങ്ങൾ സുഖപ്പെടുത്തണം. 2, ദൈവരാജ്യം പ്രസംഗിക്കണം. പിന്നെ രോഗികളെ സുഖപ്പെടുത്തണം. 2 1 തന്നെയാണ് ആദ്യം പറഞ്ഞ അവസാനം പറഞ്ഞത്. ആ ദൈവരാജ്യം പ്രസംഗിക്കുക. വചനം തന്നെ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. ദൈവത്തെ ഉപേക്ഷിക്കാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഇതാണ് പറഞ്ഞു വരുന്നത്. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് രോഗം വരാതിരിക്കുമെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമെന്നോ അതിനർത്ഥം അതല്ല. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓരോരുത്തരുടെയും കഴിവിനും ബുദ്ധിക്കും ഒക്കെ അനുസരിച്ച് സമ്പത്ത് കൂടിയും കുറഞ്ഞു വരിക്കും. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യാം. അതെല്ലാം മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ളതാണ്. പക്ഷേ ആ മനുഷ്യപ്രകൃതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്രകാരം അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കർത്താവിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ സ്ലീഹാകാലത്ത് ഇതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.